നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. ആദ്യം ഈ തീരുമാനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്നെ വിവാദത്തിലേക്കൊന്നും വലിച്ചെടുത്തിരുന്ന എന്തുകൊണ്ടങ്ങനെ? അല്ല വേണ്ട, ഞാൻ ഇതുവരെ എന്നെ ഒരുപാട് വിവാദങ്ങളിൽ മാധ്യമങ്ങൾ വലിച്ചഴിച്ചിട്ടുണ്ട്, വ്യക്തികൾ വലിച്ചഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ലല്ലോ. സത്യമാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമോ? 23ാമത്തെ വർഷം വീണ്ടും 5ാം തവണ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ഞാൻ ജനങ്ങളുടെ വിശ്വാസം നേടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും അസത്യമല്ല, അസത്യങ്ങളായിരുന്നു. ഇനി അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. നീ കുറച്ച് വയസ്സായില്ലേ, പയ്യനൊന്നും അല്ലല്ലോ. ഞാനൊരു പാർട്ടിയുടെ ചെയർമാനൊക്കെയാണ്. എനിക്ക് അതിൻ്റേതായ ഒരു ഇതിൽ എന്നെ വിടുക. കാരണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറയില്ലേ, ഈ കരിങ്കുരങ്ങൻ്റെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറയും. അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വിട്ടാൽ മതി എന്നേ പറഞ്ഞു. കരിങ്കുരങ്ങൻ്റെ ഒരു ബോർഡുണ്ടായിരുന്നു പണ്ട്, അതിലിങ്ങനെ വനംവകുപ്പിൻ്റെ ഒരു പോസ്റ്റ്, അതിൽ പറയുന്നുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊന്ന് കരിങ്കുരങ്ങൻ്റെ സഹായം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. LDF കൺവീനർ പറഞ്ഞത് മറ്റു വകുപ്പുകൾ, മന്ത്രിമാർക്ക് വകുപ്പുകളൊന്നും മാറ്റമില്ല, അപ്പോൾ ഗതാഗത വകുപ്പ് തന്നെ ആയിരിക്കാം ഊഹിക്കാം. മുഖ്യമന്ത്രിയാണ് ഒരു മുൾക്കിരീടം തലയിൽ വെച്ച് തന്നിരിക്കുകയാണോ? കാരണം കഴിഞ്ഞ മന്ത്രി പറഞ്ഞത് ഒരു വേദിയിലൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞ കാര്യം ഈ വകുപ്പ് ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അത്തരം ഒരു മുൾക്കിരീടമൊന്നുമില്ല ജീവിതത്തിൽ. ഞാൻ മനസ്സിലായി, ഞാൻ എപ്പോഴും കുട്ടികളോട് പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ കഴിയണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, ചലഞ്ചുകൾ ഏറ്റെടുക്കും. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഏത് ചലഞ്ചിനെ നമ്മൾ ഏറ്റെടുക്കണം, വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ള പിന്നെയാണ്. അപ്പോൾ നമ്മൾ ശക്തമായി ഒരു സത്യത്തിന് വേണ്ടി ഒരു പോരാട്ടം നീതിയോടെ നേരോടെ നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ നമ്മൾ ജീവിതം പലപ്പോഴും എന്താ, ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്, ഇനി രക്ഷയില്ല, ആത്മഹത്യ ചെയ്യാമെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 10 തവണയെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? എൻ്റെ സ്വകാര്യ ജീവിതം, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ. എൻ്റെ ഒരു അവസ്ഥ വെച്ച് ഒരു 10 തവണയെങ്കിലും ആത്മഹത്യ ചെയ്യണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കും. ആ ചലഞ്ച് ഏറ്റെടുത്ത് പറ്റുന്നത് ചെയ്യും എന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ ലാഭത്തിലാക്കാമെന്നൊന്നും മണ്ടത്തരം പറയത്തില്ല. അങ്ങനെയൊന്നും പറ്റത്തില്ല. കേരള നിയമസഭയിൽ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിനുള്ളിൽ ഇത് ഞാൻ ലാഭത്തിലാക്കുമെന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു. അതൊന്നും നടക്കില്ല, ലാഭത്തിലാക്കലും നടക്കത്തില്ല. ഒന്ന് റെഗുലറൈസ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. ഈ 2001 സാഹചര്യമല്ല KSRTC. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സഹായമില്ലാതെ ഒരു മാസം പോലും ശമ്പളമോ പെൻഷനോ കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഇടതുപക്ഷമുള്ള സർക്കാരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ തൊഴിലാളികളോടും ഈ KSRTCയോടും നാട്ടിലെ ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ഗവൺമെൻറ് അത് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കുറവുണ്ടാവണം. എന്നും ഗവൺമെൻറ് കൊടുത്ത് ഫീഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കോടതിയുടെ ഇടപെടലുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടാവണം. പെൻഷൻ പറ്റിയവർക്കൊന്നും അവർ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല, പെൻഷൻ തന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതി. ഇതെല്ലാം ഘട്ടം ഘട്ടമായി, ഒരു ദിവസം രാവിലെ ഒന്നും ഘട്ടം ഘട്ടമായി റെഗുലറൈസ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചലഞ്ച് എന്ന് പറയുന്ന ജീവിതത്തിൽ ഉണ്ട്. ആ ചലഞ്ചിനെ നമ്മൾ സൂയസ് കനാല് നീന്തി കയറിയില്ലേ, ഒരു ചലഞ്ചാണ്. അത് പറയുന്ന പോലെ നമ്മൾ ഒരു ചലഞ്ചുണ്ട്. ആ ചലഞ്ചിനെ നമ്മൾ നീന്തി കയറണം. നമ്മളതിനെ ഏത് ചലഞ്ചിനെയും ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരം അവനിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യുന്നത്. ഈ സ്വന്തമായിട്ട് ശമ്പളമെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കണ്ടേ? അതാണോ ഇപ്പോൾ ടാർഗറ്റ്? നോക്കാം എന്താണെന്നുള്ള കാര്യം. മന്ത്രിയായതിനു ശേഷം, വകുപ്പ് തന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരോടും അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളും എല്ലാം വെച്ചേ ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ട് വേണ്ടത് ഒരു സാമ്പത്തിക അച്ചടക്കവും ഒരു ബേസിക് ലേറ്റസ്റ്റ് ടെക്നോളജി, കമ്പ്യൂട്ടറൈസ്. നിങ്ങളെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക്, കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് മെക്കാനിസത്തിലേക്ക് പോയത് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളാണ്. ടെക്നോളജിയിലേക്ക് എന്ന് പറയുന്ന പോലെ നമ്മൾ ആധുനികമായ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ എല്ലാ അഡ്വാൻറ്റേജും എടുക്കണം. അതെടുക്കണം. അതിന് വിദഗ്ധരായ ആൾക്കാരെ ഉപദേശം തേടും. ആര് പറഞ്ഞാലും ഉപദേശം, കിട്ടുന്ന നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കും. ഇത് KSRTC വിഷയം. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്താൽ ഈ റോബിൻ ബസിൻ്റെ പോലത്തെ പ്രശ്നങ്ങളുണ്ട്. അതായത് അത് നിയമപരമാണോ? എന്താണ് മനസ്സിലാക്കുന്നത് അങ്ങ് ഈ വിഷയം? ഈ മേഖലയിൽ അതിൽ തീരുമാനമെടുക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഹൈക്കോടതിയെ സമീപിച്ച് അത് നിയമപരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ആർക്ക് എതിർക്കാൻ പറ്റും? ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കട്ടെ. അപ്പോൾ ഹൈക്കോടതി അത് വിശകലനം ചെയ്ത് പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലെ ചില ക്ലോസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ആ പ്രൊവിഷൻ അനുസരിച്ച് അതിൻ്റെ വ്യാകരണം നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കഴിയും. അത് പരിശോധിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഓടല്ലേ പറ്റൂ. ഓടണ്ടെന്ന് പറഞ്ഞാൽ ഓടണ്ട. മറ്റൊരാൾ വാശിയും വൈരാഗ്യവും പിണക്കൊന്നും ഇല്ല ഇതിനകത്ത്. വെറുതെ ആവശ്യം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിയെ വലിച്ചഴിക്കുന്നത്. അദ്ദേഹം ഇത്രയും തിരക്കുള്ള ഒരാൾ ഈ വക ചെറിയ കാര്യങ്ങൾക്ക് സമയമുണ്ടാവും. ഈ പൊതുജനത്തെ സംബന്ധിച്ച് ഒരു വ്യക്തി മന്ത്രിയാകുന്ന പോലെയല്ല, അങ്ങ് ഒരു ഫിലിം സ്റ്റാറാണ്. അപ്പോൾ അതിൻ്റെതായുള്ളൊരു ജനങ്ങൾക്കൊരു കൗതുകവും ആകാംക്ഷയെല്ലാം ഉണ്ട്. എനിക്ക് വളരെ സന്തോഷം. രാഷ്ട്രീയത്തിനതീതമായി ഞാനൊരു മന്ത്രിയാവുന്നതിൽ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നതിൽ പലരും പറയാറുണ്ട്. എനിക്കത് സന്തോഷം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പലരും കൗതുകത്തോടെ നിർത്തി പോകുന്നുണ്ട്. അപ്പോൾ
ഒരു പ്രതീക്ഷയുടെ വലിയൊരു ഭാരമില്ലേ? തീർച്ചയായിട്ടും എന്നിലൊരു പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. ഞാൻ ആ പ്രതീക്ഷ കളയില്ല. പക്ഷേ MLA ആയിരുന്ന കാലത്ത് അങ്ങ് ആരോഗ്യവകുപ്പിനെതിരെയാണെങ്കിലും പല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഉറച്ചു പിടിച്ചു പറയുന്നത് വകുപ്പിനെതിരെയല്ല, ചില ഡോക്ടർമാരെ കുറിച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ അന്ന് പറഞ്ഞ എന്നെ എതിർത്ത് പ്രസംഗിച്ച ഡോക്ടറാണ് ഒരു പാവപ്പെട്ട കുഞ്ഞിനോട്, മിടുക്കിയായ ഒരു കുഞ്ഞിനോട് സ്ത്രീധനം ചോദിച്ച് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യാനുള്ള പൊന്ന് നമ്മളെ മോളല്ലേ അവൾ ആത്മഹത്യയിടയാക്കിയത്. അപ്പോൾ പറയുമ്പോൾ എന്നെ എതിർക്കുമ്പോൾ ആലോചിക്കണം, അവനവൻ ക്ലീനാണെങ്കിൽ എതിർത്തോളൂ. ഞാൻ ആരോഗ്യവകുപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് പറ്റിയ ഒരു വേദനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളും എടുത്ത് പ്രയോഗിച്ചല്ലോ. നിങ്ങൾ അവരെ വീട്ടിൽ പോയി കണ്ടു, അവരോട് സംസാരിച്ചു. അതിന് പറ്റുമോ? ഒരു മന്ത്രിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? അല്ല, ഇനിയിപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് കൂടെ ഉള്ളവരോടൊക്കെ പറയാമല്ലോ, ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞ് സാധിച്ചു കൊടുക്കാമല്ലോ. പാവങ്ങളെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കലാണ് ഒരു MLAയുടെ ജോലി. എന്തായാലും ഈ MLA തന്നെയാണല്ലോ മന്ത്രിയാണെങ്കിലും. MLAയുടെ പണി ആണല്ലോ ബേസിക് ആയിട്ടുള്ളത്. സിനിമാ വകുപ്പല്ല, പക്ഷേ MLAമാർക്കും തീർച്ചയായിട്ടും എൻ്റെ ഭാഗം നല്ല പരിഗണന ഉണ്ടാവും. സിനിമാ വകുപ്പല്ല, പക്ഷേ സിനിമാക്കാരുടെ ഒരു മുഖം സിനിമാ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് സിനിമയിലെന്നല്ല എല്ലായിടത്തും സന്തോഷം. എല്ലാ പാർട്ടികളും എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എല്ലാ മതത്തിലും എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്കൊരു സന്തോഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നവകേരള സദസ്സ് അത് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ മന്ത്രിസഭ പുനഃസംഘടന. ഒരു പുതിയ ഊർജ്ജം, പുതിയ ഫേസ് എങ്ങനെ കാണുന്നു ഈ 2.5 വർഷക്കാലം? തീർച്ചയായിട്ടും നവകേരള സദസ്സ് ഒരു വലിയ വിജയമാണ്. അത് നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിന് പലതരത്തിലുള്ള മാധ്യമങ്ങളുടെ പബ്ലിസിറ്റി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവായിട്ടുണ്ട്. ഇനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി എന്നൊരു ഫോർമുലയിൽ എടുത്താൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നവകേരള സദസ്സിനെ പറ്റി അറിയിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയാണ്. പരസ്യം നെഗറ്റീവായിരുന്നെങ്കിലും വാർത്ത നെഗറ്റീവായിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾ പോലും നവകേരള സദസ്സിനെ പറ്റി അവെയറായി എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ഇതിലുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബഹളങ്ങളും രാവിലെ TV തുറന്നാൽ പത്രമെടുത്താലും വൈകിട്ട് വരെയും നമ്മൾ കാണുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ആ വാർത്തകൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും വലിയൊരു ജനക്കൂട്ടം നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വരികയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. പരാതികൾ പറയാനുള്ള വേദി ഉണ്ടായിരുന്നു. പക്ഷേ പരാതികൾ വന്ന് പറഞ്ഞ അതും നിങ്ങളും ആലോചിക്കണം. പരാതി വന്ന് പറഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പരാതി തന്നു, അത് ഔദ്യോഗികമായിട്ട് പരിശോധിക്കണം. ഒരാൾ പറയുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിലുള്ള ഒരു സർവേ നമ്പർ, ഈ സർവേ നമ്പർ എഴുതി തന്നിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ആയിരുന്നു, ഇത് പതിച്ചു തരണം എന്ന് എഴുതി ഒരു അപേക്ഷ കൊടുത്തു മുഖ്യമന്ത്രിക്ക്. ഈ അപേക്ഷ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് വഹിക്കുമ്പോൾ ഈ സർവേ നമ്പർ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന സർവേ നമ്പറാണ്, അത് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പം പറ്റില്ല എന്ന് അവരെ അറിയുക. അതിൻ്റെ അർത്ഥം കാര്യം സാധിച്ചില്ല എന്നാണോ? അല്ല. മുമ്പ് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി ജനസദസ്സ് നടത്തി. അന്ന് LDF അവിടെ പോയി കരികൂടി കാണിച്ചില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മാത്രം പടമല്ലേ വെച്ചുള്ളൂ. മുഖ്യമന്ത്രിയുടെ മാത്രം പടം വെച്ചാണ് അന്നത്തെ സദസ്സ് നടത്തിയത്. ഈ മുഖ്യമന്ത്രി മറ്റുള്ള 20 മന്ത്രിമാരെയും പടം വെച്ചു. പ്രാദേശികമായി അവിടെ എത്തുമ്പോൾ അവിടുത്തെ MLAയുടെ പടം വെച്ചു, അവിടുത്തെ MP പടം വെച്ചു, എല്ലാം വെച്ചു. UDF ബഹിഷ്കരിച്ചു. അന്ന് ആ പരിപാടി LDF ബഹിഷ്കരിച്ചു. പക്ഷേ LDF ബഹിഷ്കരിച്ചു DYFIക്കാർ അവിടെ ചെന്ന കാര്യം കൂടി കാണിക്കാനും അദ്ദേഹത്തിൻ്റെ സഞ്ചാരം തടസ്സപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല. അത് ന്യായമല്ല ചെയ്യുന്നത്. കാരണം ഇതിലെന്താണ്, ഒരു മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനും സംസാരിക്കാനും ഇവർ പറയുന്ന പ്രൊപ്പഗൻഡ ആണെങ്കിൽ പോലും അതിന് റൈറ്റില്ലേ? എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് തീരുമാനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അവർ പല പത്രത്തിൽ പരസ്യം കൊടുക്കും, TV പരസ്യം കൊടുക്കില്ലേ? ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതിൻ്റെ വേറൊരു അതായത് പത്രപരസ്യം TV പരസ്യത്തിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന ഒരു പബ്ലിസിറ്റിയാണെന്ന് വിചാരിച്ചതിൽ എന്താ തെറ്റെന്താ അതിനകത്ത്? അതിനെ നമ്മൾ എൻ്റെ മണ്ഡലത്തിൽ ഇതുപോലെ അന്നത്തെ മുഖ്യമന്ത്രി ഒരാൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി എഴുതി തന്നു. അപ്പോൾ സൈഡിൽ എഴുതി ഈ വൈദ്യുതി കണക്ഷൻ ഉടൻ കൊടുക്കുക, വിത്തിൻ 24 hours എന്ന് എഴുതി കൊടുത്തു. ഇയാൾ കൊണ്ടുവന്ന് ഇലക്ട്രിസിറ്റി AE ഏൽപ്പിച്ചു. AE ഒരു വിധത്തിൽ കണക്ഷൻ കൊടുക്കത്തില്ല. അങ്ങനെ ഈ കടലാസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. ഈ കണക്ഷൻ KSEB കണക്ഷൻ 24 hours കൊടുക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. ഞാനിത് വാങ്ങി നോക്കുമ്പോൾ അത് ശരിയല്ലല്ലോ. മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ട് കൊടുക്കില്ലേ ഒരു ഉദ്യോഗസ്ഥൻ? ഞാൻ നേരെ ഉദ്യോഗസ്ഥനെ വിളിച്ചു. അപ്പോൾ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സാറേ റെയിൽവേയുടെ പുറമ്പോക്കി താമസിക്കുന്ന ആൾ കറണ്ട് കൊടുത്താൽ എന്നെ റെയിൽവേ പോലീസ് പിടിച്ചോണ്ടു ഇറക്കാൻ സാറ് വരുമോ എന്ന് ചിരിച്ചുകൊണ്ട് തമാശയായിട്ട് ചോദിച്ചു. കാര്യം അറിയണം, ആ പരാതി കിട്ടിയിട്ട് അത് റെയിൽവേ പുറമ്പോക്കാണെങ്കിൽ റെയിൽവേ പുറമ്പോക്കാണ്, സുഹൃത്തെ തരാൻ പറ്റത്തില്ല എന്ന് പറയണ്ടേ? അത്രയല്ലേ ഇവിടെ ചെയ്യുന്നുള്ളൂ. പരാതി ഒരു കൗണ്ടർ സ്വീകരിക്കുന്നു, ആ പരാതിയുടെ സ്വഭാവം അറിയണം. കൊണ്ടുവരുന്ന എല്ലാ പരാതിയും സാധിച്ചു കൊടുക്കാൻ നമ്മൾ ദൈവത്തിന് പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കളിയാക്കിയും പുച്ഛിക്കുകയൊന്നും വേണ്ട. ഈ വരുന്ന പരാതി എന്നെ സംബന്ധിച്ച് എനിക്ക് പരാതി കൊടുക്കാൻ എൻ്റെ ഭാഗം ന്യായീകരിച്ച് ഞാനൊരു പരാതി കൊടുക്കുകയാണ്. ആ പരാതി പരിഹരിക്കാൻ പറ്റുന്നതാണോ? നിയമപരമായിട്ടല്ലേ പരിഹരിക്കാൻ പറ്റും. അതവരും മറുപടി വരുമ്പോൾ അയ്യോ അത് പറ്റത്തില്ല എന്ന് പറയും. വനഭൂമി എൻ്റെ കയ്യിലിരിക്കുകയാണ്, പട്ടയം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ തരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആ പരാതി കൊടുത്തു, എൻ്റെ പരാതിയും നടന്നില്ല. കാര്യം എന്താ? പട്ടയം വേണമെന്ന്.
ഇപ്പം ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലൈഫിൽ വീടിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് കൊടുത്തു, ആരും കൈ കൊണ്ട് കൊടുത്തല്ല, ഓൺലൈനായിട്ട് കൊടുക്കുകയായിരുന്നു. ആ പീരീഡ് കഴിഞ്ഞ് അത് ആ ഡേറ്റ് പർട്ടിക്കുലർ ഡേറ്റ് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് അറിയാതിരിക്കുകയും ഇപ്പം ലൈഫിൽ കൊണ്ടു കൊടുത്താൽ അവരെന്താണ് മറുപടി കൊടുക്കുന്നത്, അടുത്ത ലൈഫിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റ് തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ലേ മറുപടി വരാൻ. അല്ല ഈ ലൈഫിൽ 1000-കണക്കിന് 10,000-കണക്കിന് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്, അവരെ ലിസ്റ്റും ആയിട്ടുണ്ട്. പൈസ വന്നാൽ ഉടനെ പണി തുടങ്ങും. എന്തുകൊണ്ടാണ് പണി വേണം പൈസ വരാത്തത്? ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. അപ്പോൾ അതങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പണി തുടങ്ങും. ആ പ്രയോറിറ്റിയിൽ നിൽക്കുന്നവർക്ക് കൊടുക്കാതെ അന്ന് അപേക്ഷിക്കാൻ വിട്ടുപോയവർ ഇപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതെടുത്ത് വെച്ച് എങ്ങനെ കൊടുക്കുന്നത്? അത് സത്യം മനസ്സിലാക്കണം. നമ്മൾ സത്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. അതതിൻ്റെ യാഥാർത്ഥ്യമല്ലേ. എന്തായാലും പുതിയ മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും.